നമസ്കാരം. മദ്യനയ അഴിമതി കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പലതവണ ജാമ്യത്തിനായി എത്തിയെങ്കിലും എന്തെങ്കിലും കാരണത്താൽ അവ ചിന്നിച്ചിതറി പോകുന്നതാണ് കണ്ടത്. കഴിഞ്ഞ തവണയും ജാമ്യാപേക്ഷ നൽകിയെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെട്ട് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് വീണ്ടും ജാമ്യാപേക്ഷ നൽകിയിരുന്നു. CBI രജിസ്റ്റർ ചെയ്ത കേസിലെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു. ഇതിലും സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കും. മാർച്ച് 21-നായിരുന്നു ED മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഇടക്കാല സംരക്ഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജൂലൈ 12-ന് ED കേസിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും CBI കേസിൽ ജയിലിൽ തുടരുകയാണ്. ജൂൺ 26-നാണ് കേജ്രിവാളിനെ CBI കസ്റ്റഡിയിലെടുക്കുന്നത്. ജൂൺ 29-ന് അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റി. 2021-22-ലാണ് പുതുക്കിയ എക്സൈസ് നയം അവതരിപ്പിക്കുന്നത്. എന്നാൽ നിയമത്തിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന CBI അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു. പിന്നാലെ മദ്യനയവും റദ്ദാക്കിയിരുന്നു. ഡൽഹി ഹൈക്കോടതി നേരത്തെ അറസ്റ്റും റിമാൻഡും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടും ജാമ്യം തേടിയും നൽകിയ ഹർജി തള്ളിയിരുന്നു. ഡൽഹി ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഇപ്പോഴത്തെ ആവശ്യം. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ഭുയൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. വാദം പൂർത്തിയാക്കിയാൽ ഇന്ന് തന്നെ ഹർജികളിൽ സുപ്രീം കോടതി തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 21-ന് കേജ്രിവാൾ സമർപ്പിച്ച ഹർജികളിൽ ഒന്നിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി പറയണമെന്ന് സുപ്രീം കോടതി നേരത്തെ CBIക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല മറ്റു ചിലരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിലെ സഹപ്രതികളായ മനീഷ് സിസോദിയ, K കവിത, വിജയ് നായർ എന്നിവർക്ക് സുപ്രീം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കവിതയ്ക്ക് ജാമ്യം ലഭിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും 10 ലക്ഷം രൂപ ബോണ്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ജസ്റ്റിസ് BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു കവിതയുടെ ഹർജി പരിഗണിച്ചത്. ഇതേ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് കവിത ജാമ്യം ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്നാണ് ജാമ്യം ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലടക്കം തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും പ്രതിരോധിക്കുകയും ചെയ്തു. ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം ലഭിച്ചിരുന്നത്. ഇനി CBI രജിസ്റ്റർ ചെയ്ത കേസിലും ജാമ്യം ലഭിച്ചാൽ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. അതേസമയം CBI കേസിൽ ഇന്ന് ജാമ്യം ലഭിച്ചാലും സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കുന്നതിനും പ്രധാന ഫയലുകൾ ഒപ്പിടുന്നതിനുമുള്ള വിലക്ക് തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വിലക്ക് നീക്കാൻ അദ്ദേഹത്തിന് സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ചിനെ സമീപിക്കേണ്ടി വരും.